ഇപ്പോൾ നാണം കെട്ട കനത്ത തോൽവിയാണ് എൽ ഡി എഫിനുണ്ടായിരിക്കുന്നത്. ഇവരെ നാണം കെടുത്തിയിരിക്കുന്നതിൽ ഒരു പ്രധാന കാരണം 3 സീറ്റ് ഇവർ കൊണ്ടുപോയി എന്നുള്ളത്. ബി ജെ പിക്ക് ലഭിച്ചു എന്നുള്ളത്. ആദ്യമായിട്ട് ഒ രാജഗോപാലിന് ഒരു സീറ്റ് കിട്ടുന്നത് 2016-ലാണ്. അതായത് UDF സർക്കാരിൻ്റെ കാലത്തിന് ശേഷം നടക്കുന്ന LDF സർക്കാർ ഭരണത്തിലേക്ക് വന്ന സമയത്ത്. അപ്പോൾ അവർ തുടർ ഭരണത്തിന് കീഴിൽ BJPയുടെ അക്കൗണ്ട് പൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവർ മന്ത്രിയപ്പൂപ്പൻ പൂട്ടി മണിച്ചിത്രത്തായിട്ട് പൂട്ടി കാട്ടിലെറിഞ്ഞു താക്കോല്. പക്ഷേ ഇപ്പം എന്ത് പറ്റി? 1 പകരം 3, അതും CPMന്റെ ദുർഭരണം കാരണം കിട്ടിയ 3. പിന്നെ ഈ 3 സീറ്റ് BJPക്ക് കൊടുത്തതിന് പിന്നിൽ, അല്ലെ BJPക്ക് ലഭിച്ചതിന് പിന്നിൽ വലിയ ആക്ഷേപമാണ് CPM കേഡറുകൾ ഉന്നയിക്കുന്നത്. അവർ പറയുന്നതിന് പിന്നിൽ ഒത്തുകളി നടന്നു എന്ന് തന്നെയാണ്. അതെ, കോൺഗ്രസ് BJP ഒത്തുകളി നടന്നു എന്നാണ് അവർ പറയുന്നത്. നമ്മളെന്നേ പറഞ്ഞതല്ലേ, തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ക്യാപ്സുൽ ആദ്യം ഇറങ്ങുന്ന ഇത് തന്നെയായിരിക്കും. അതെ, റെഡിയാണല്ലോ. എന്നിട്ട് ഈ ആശാന്മാർ വോട്ടിൻ്റെ കണക്ക് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ ശരിക്കും പഴയ കണക്കുകൾ എടുത്തൊന്ന് പരിശോധിച്ചു. പഴയ കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ എന്താ രസമെന്നറിയോ? കോൺഗ്രസിൻ്റെ വോട്ട് ഇപ്പോൾ എനിക്കൊന്ന് കുറഞ്ഞിട്ടുള്ളത് ഈ നേമത്താണ്. മറ്റേടത്ത് 2 കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു. കുറഞ്ഞത് മുഴുവൻ CPMന്റെയും വോട്ടുകളാണ്. ഇപ്പം നമുക്കറിയാം, നേമം രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, മറ്റേ BB ഗോപകുമാർ, ഈ 3 പേരാണ് വിജയിച്ചിട്ടുള്ളത്. അത് ഈ 2 അവർ പ്രതീക്ഷിച്ചിരുന്നതും ചാത്തന്നൂർ അവരുടെ ബോണസുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. 3 അവർ സീറ്റ് പിടിച്ചത് കൃത്യമായ പ്ലാനിങ്ങിൽ, കൃത്യമായ വർക്കിങ്ങോടുകൂടിയാണ്. കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മുരളീധരൻ തോറ്റു, ഇത്തവണ ആറ്റിങ്ങലിൽ മത്സരിച്ചു. ലോക്സഭ മത്സരിച്ചപ്പോൾ. പക്ഷേ 2021 തൊട്ട് കഴക്കൂട്ടം അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോയില്ല. അദ്ദേഹം കഴക്കൂട്ടം കോൺസെൻട്രേറ്റ് ചെയ്ത്, അദ്ദേഹം കഴക്കൂട്ടം കേന്ദ്രീകരിച്ചവിടെ വിജയിക്കാൻ വേണ്ടി മത്സരിച്ച ആളാണ് വീടെടുത്ത് അതെ. പിന്നെ നിയമം എന്ന് പറയുന്നത് BJPയുടെ മണ്ഡലമായി മാറിക്കഴിഞ്ഞു. എത്രയോ നാളായി. കഴിഞ്ഞ തവണ സീറ്റ് നിർണ്ണയത്തിൽ പഴയ നിയമമല്ല, പുതിയ നിയമം. പഴയ നിയമം എന്ന് പറയുന്നത് കൂടുതൽ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖലയിൽ നഗരപ്രദേശങ്ങളാണ് ഉൾപ്പെടുന്നത് അതിൽ. അപ്പം അതാണ് അതിൻ്റെ ഒരു ഘടകം. അപ്പം അതുപോലെ ചാത്തന്നൂർ ഒരു സുപ്രഭാതത്തിൽ താലത്തിൽ കൊണ്ടുവന്ന് BJPക്ക് കൊടുത്തതല്ല. 2006 തൊട്ട് അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം നിരന്തരം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ ആളാണ്. അതെ, 3000 വോട്ടിൽ തുടങ്ങിയതാണ്. ആദ്യം അദ്ദേഹം മത്സരിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ വെറും 3386 വോട്ടാണ്. അതിനുശേഷം അടുത്ത തവണ അദ്ദേഹം പടിപടിയായിട്ട് മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്നു. കഴിഞ്ഞ തവണ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോറ്റയാളാണ്. മണ്ഡലത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹം. അതെ, അപ്പോൾ എന്നിട്ടാണ് ഈ നാണമില്ലാതെ ഉളുപ്പില്ലാതെ സൈബർ സഖാക്കൾ ഇരുന്ന് തള്ളുന്നത് ഈ കോൺഗ്രസിന്റെ വോട്ട് മറിച്ച്. അവർക്ക് ശമ്പളം കൊടുക്കുന്നതല്ലേ പാർട്ടി. രസകരമായ കണക്കാണ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കഴക്കൂട്ടം തന്നെ കണക്കുണ്ട്. കഴക്കൂട്ടം തന്നെ നോക്കാം. കഴക്കൂട്ടത്ത് 2021 LDFന് കിട്ടിയ വോട്ട് 63,690. അത് 2026 വന്നപ്പം 46,136 അതായത് 17,554 വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കഴക്കൂട്ടത്ത് CPMന് കുറഞ്ഞത്. അതായത് LDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ CPM കഴക്കൂട്ടത്ത് ഇതേവല്ലായിരുന്നു, കടകംപള്ളി. ഇനി നോക്കാം, UDFന്റെ കണക്ക് നോക്കാം. ശ്രദ്ധിക്കുക, 32,995 വോട്ടാണ് 2020. പക്ഷേ ഇപ്പോൾ ഈ 2026 UDFന് കിട്ടിയിരിക്കുന്ന വോട്ട് 37,183. അതായത് 4,188 വോട്ട് UDFന് കൂടുതലാണ്. ഇനി നമുക്ക് BJPയുടെ കണക്ക് നോക്കാം. BJPക്ക് 40,193 വോട്ടാണ് 2021 ഇപ്പോൾ അത് 46,564 വോട്ടായിട്ട് വർദ്ധിച്ചു. 6,378 വോട്ടാണ് വ്യത്യാസം വന്നത്. അപ്പം നമുക്ക് ഈ 6, 4, 10, 10,500 വോട്ടോളം ഈ 2 മുന്നണികൾക്കായി LDFന് പോയെന്ന് നമുക്ക് കരുതാം. അപ്പം ശരിക്കും ഇവിടെ ആരാ വോട്ട് കച്ചവടം നടത്തിയിരിക്കുന്നത്? CPM. വോട്ട് കച്ചവടം എന്നൊരു സംഭവം ഇല്ല. അന്തർധാരയില്ല. ഇതെന്താണെന്നറിയോ? ജനത്തിന് ദേഷ്യം വന്നു. അവർ വേറെ ഓപ്ഷൻ നോക്കി. ഈ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലക്കൊള്ളയിൽ ആരോപണ വിധേയനാണ്. അയാൾക്ക് ആരെ വോട്ട് ചെയ്യുന്നത്? അത് മാത്രമല്ല, സംസ്ഥാനം ഒട്ടാകെ CPMനെതിരായ ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡിനകത്ത് ഈ വന്നിരിക്കുന്ന കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ 2 മുന്നണിക്ക് വോട്ട് പോയി. അത് കൂടുതൽ BJPക്ക് പോയി, UDFനും പോയി. എന്നാൽ UDFന്റെ വോട്ട് കുറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് BJPക്ക് അല്ല CPM. UDFന് 4,000 വോട്ട് കൂടി, BJPക്ക് 6,000 വോട്ട് കൂടി, 17,000 വോട്ട് CPMന് കുറഞ്ഞു. ആരാണ് വോട്ട് മറിച്ചത്? വോട്ട് മറിച്ചെങ്കിൽ
ഇത് വോട്ട് മറിച്ചതല്ല എന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക. രക്ഷപ്പെടാൻ വേണ്ടി ചുമ്മാ കുറെ ക്യാപ്സൂൾ നിങ്ങൾക്ക് ഇറക്കാം. ചാത്തന്നൂരോട് നോക്കാം നമുക്ക്. ചാത്തന്നൂർ നമ്മൾ പറഞ്ഞല്ലോ, ഈ 2021 LDF നേടിയ വോട്ട്, അതായത് CPI VS ജയലാലായിരുന്നു അന്ന്. അദ്ദേഹം നേടിയ വോട്ട് 59,296 ഇത് 2026 വന്നപ്പോഴത്തേക്ക് 47,525 ആയിട്ട് കുറഞ്ഞു. ഒരൊറ്റ അടിക്കാൻ കുറഞ്ഞു. അതായത് 11,771 വോട്ടാണ് ഈ തവണ LDFന്, അതായത് CPIക്ക് ചാത്തന്നൂരിൽ കുറഞ്ഞിരിക്കുന്നത്. അതേസമയം UDF നോക്കണം. UDF 2021 UDFന് 34,280 വോട്ടാണ് കിട്ടിയത്. ഇത്തവണ നേരിയ വർധനമുണ്ട്, ഒരു 996 വോട്ടിൻ്റെ വർധനമുണ്ട്. 35,276 വോട്ട് കിട്ടി UDFന് ഇത്തവണ. അപ്പോഴവർക്ക് കുറഞ്ഞിട്ടില്ല, അവർക്ക് 1000-ഓളം വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് BJPയുടെ വോട്ട് വീതം നോക്കാം. 42,000-ൽ നിന്ന് 42,090 ആയിരുന്നു BJPയുടെ വോട്ട്. 51,923 വർദ്ധിച്ചു. അതായത് 9,833. ഇവിടെയും കുറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വോട്ടാണ്. ഇവിടെ ഇടതുപക്ഷം 11,000 വോട്ടാണ് കുറഞ്ഞേ. അപ്പം നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഒരു അണ്ടർ കറണ്ട് ഉണ്ട്, ഒരു അടിയൊഴുക്കുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരം നിലനിന്നു. ജനങ്ങൾ മറ്റു മുന്നണികളിലേക്ക് തിരിഞ്ഞു. അല്ലാതെ ഇത്ര വോട്ടൊന്നും ഒരാൾ കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വോട്ട്? മാത്രമല്ല, ഇതിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ BJPയുടെ 3 സ്ഥാനാർത്ഥികൾ വിജയിച്ചതിൽ 2 പേര് ഈഴവ സമുദായക്കാരാണ്. ഇവർ 2 പേരും വിജയിച്ചത് ഈഴവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലും കഴക്കൂട്ടവും. അപ്പോൾ കാലാകാലങ്ങളായി CPMന് വോട്ട് ചെയ്തിരുന്ന വലിയൊരു ഭാഗം വരുന്ന ഈഴവ സമുദായം ക്രമേണ ഇവരെ കൈവിടുന്നു എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണിത്. ഇത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിലെ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്കിനി നിയമത്തേക്ക് വരാം. നിയമത്തെ 2021 ഇലക്ഷനിൽ ശിവൻകുട്ടി 55,837 വോട്ടാണ് പിടിച്ചത്. 55,830. അന്ന് BJPയിലെ കുമ്മനം രാജശേഖരന് കിട്ടിയത് 51,888 വോട്ടാണ്. ഒരു 4,000 സംതിങ് വോട്ടിന് വ്യത്യാസം. അതായത് 3,949 വോട്ടിനാണ് ജയിച്ചത്. അന്ന് ഈ പറയുന്ന K മുരളീധരന് 36,524 വോട്ടും കിട്ടി. അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് പോയി. അപ്പം തള്ളപ്പെടുകയും ചെയ്തു. അപ്പം നമുക്കറിയാം ശിവൻകുട്ടിക്കും മറ്റവരും തമ്മിൽ 4,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അന്ന് മുരളീധരന് 36,000 വോട്ടുണ്ട്. അത് നോട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇത്തവണത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. ഇത്തവണ അവിടുത്തെ ഫലം വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ എത്രത്തോളം വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നേടിയിരിക്കുന്നത് ഇത്തവണ നേടിയിരിക്കുന്നത് 57,192 ആണ്. കഴിഞ്ഞ വർഷം 51,000 ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര ആണ്? 6,000-ൽ പരം വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് അവിടെ കൂടുതൽ കിട്ടി. ശിവൻകുട്ടിക്ക് കിട്ടിയ എത്രയാണെന്നറിയാം? 52,214. കഴിഞ്ഞ തവണ 55,000 വോട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 4,000 വോട്ടോ 3,000 വോട്ടോളം കുറഞ്ഞു. അപ്പോൾ ഇവിടെ ശരിക്കും കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു. ശബരിനാഥന് 29,730 വോട്ടേ ഉള്ളൂ. 36,000 വോട്ട് കഴിഞ്ഞ ഇലക്ഷൻ കിട്ടിയാണ്. പക്ഷേ അവിടെ കുറഞ്ഞപ്പോൾ ആർക്കൊക്കെ കുറഞ്ഞു? CPMനും കുറഞ്ഞു, കോൺഗ്രസിനും കുറഞ്ഞു. കൂടിയത് ആർക്ക് മാത്രമാണ്? രാജീവ് ചന്ദ്രശേഖരൻ. അത് പക്ഷേ ഈ രണ്ടിടത്തൂടെ കുറഞ്ഞതിനെ കൂട്ടി നോക്കുവാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു 15,000 വോട്ടിന് ജയിക്കേണ്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 4,978 വോട്ട്, അതുകൊണ്ട് കഷ്ടിച്ച് 5,000 വോട്ടിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വോട്ട് കച്ചവടമല്ല, ഇത് ബദലായിട്ട് വേറെ ആളെ കണ്ടെത്തി. അതായത് നമ്മളാണെങ്കിലും തിരഞ്ഞു ഒരു 3-ാം മുന്നണിയെ നോക്കി. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ നോക്കി ഒരു 3-ാമതൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ 4-ാമതൊരാൾക്ക് കൊടുക്കാൻ സാധിക്കും. തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചതും അത് തന്നെയാണ്. അതെ, ADKയും മടുത്ത ജനത്തിന് ഒരു ഓപ്ഷൻ. ശരി, വിജയ് വന്നിട്ട് പരീക്ഷിച്ച് നോക്കാം. പക്ഷേ അതുപോലൊരു മുന്നണി ഇവിടെ കേരളത്തിൽ വന്നില്ല. കേരളത്തിൽ BJP ഈ 3 മുന്നണിയല്ല വേറൊരു മുന്നണി വന്നിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ മറ്റൊന്നായി മാറുക. മാത്രമല്ല ഈ 3 BJP സ്ഥാനാർത്ഥികളും വിജയിച്ചു വരും. ഇപ്പോൾ V മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും വളരെ പ്രധാനപ്പെട്ട അവരുടെ A ക്ലാസ് വരെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. ഒരാൾ മുൻ സംസ്ഥാന പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി, മറ്റേ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി. ഇദ്ദേഹം നമ്മുടെ BB ഗോപകുമാർ ആകട്ടെ, അദ്ദേഹം ആ നാട്ടിൽ വളരെ സ്വാധീനമുള്ള ഒരു അധ്യാപകനായിരുന്നു. SNDP സ്കൂളിലെ പ്രഥമാധ്യാപക, SNDP യൂണിയന്റെ പ്രസിഡന്റാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ഇത് അനലൈസ് ചെയ്ത് തന്നെ പറയാം. ശക്തമായ പിണറായി വിരുദ്ധ തരംഗം കൊണ്ടാണ് CPMന് വോട്ട് നഷ്ടമായതും BJPയിലേക്ക് വോട്ട് പോയതും. അവർ ശക്തമായ ബദലായതുകൊണ്ടാണ്. ഈ 3 സ്ഥാനാർത്ഥികളും 2 മുന്നണിക്കും ശക്തമായ ബദലായതുകൊണ്ട് മാത്രമാണ് അവിടെ അവർക്ക് ജയിക്കാൻ സാധിച്ചത്. അല്ലാതെ ഇത് ആരും വോട്ട് കച്ചവടം ചെയ്തതോ ഒന്നുമല്ല. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും പറയുന്ന ഇടതുമുന്നണിക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല.